നിങ്ങൾക്ക് എത്രത്തോളം ജീവനുണ്ട്? എന്തൊരു ചോദ്യമാണത്! വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ഒരാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ ഇത് പറയാൻ സാധിക്കും. ഒന്നുകിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ജീവനില്ല. പക്ഷെ എത്രത്തോളം ജീവനുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ചിലർ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ബോധമുണ്ടോ അത്രയും ജീവൻ നിങ്ങൾക്കുണ്ട് എന്ന്. ബുദ്ധന്മാർ പറയുന്നത് മരണവും ജീവനവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ എന്ന്. അത് ബോധമാണ്. ഒരാൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒരാൾക്ക് ജീവനുണ്ടോ, ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ജീവനുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കും, നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ശരിയാണ്, ശരീരത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ജീവൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ടെക്നോളജി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ വർഷങ്ങളോളം ഇങ്ങനെ കിടത്താൻ സാധിക്കും. അയാൾ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കും, അയാളുടെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അയാൾക്ക് യഥാർത്ഥത്തിൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവനുണ്ടാവില്ല. ടെക്നോളജിയുടെ സഹായത്താൽ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരാളെ എത്ര വർഷം വേണമെങ്കിലും കിടത്താം. ചിലപ്പോൾ നാളെ നൂറ്റാണ്ടുകളോളം ഒരാളെ ഇങ്ങനെ കിടത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇതിന് ജീവനെന്നും ഇതിന് ജീവിതമെന്നും വിളിക്കാൻ സാധിക്കില്ല. ബുദ്ധന്മാർക്ക് ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മറ്റൊരു ഡെഫിനിഷനാണുള്ളത്. അവർ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, അവർ ജീവനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ബോധമെന്ന വാക്കും കൂടി അവർ ഉൾപ്പെടുത്തുന്നു. ശ്വാസമെടുത്തത് കൊണ്ട് മാത്രം ഒരാൾ ജീവിക്കുന്നു എന്നർത്ഥമില്ല. നമ്മുടെ രക്തക്കുഴലിൽ കൂടെ രക്തം ഒഴുകുന്നതുകൊണ്ട് മാത്രം നമുക്ക് ജീവനുണ്ടെന്ന് അർത്ഥമില്ല. ജീവനുണ്ടാവണമെങ്കിൽ ബോധം വേണം. ബോധമുള്ളവർ മാത്രമാണ് ശരിക്കും ജീവിക്കുന്നത്. ബാക്കിയെല്ലാം ജീവിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നത് മാത്രം. ബാക്കി എല്ലാവരും സത്യത്തിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ജീവനില്ലാത്ത ശരീരങ്ങളാണ്. അവർ നടക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, പല ജോലികളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ജീവനില്ല. ഇത് പഴയ കാലത്ത് പറയുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ നമുക്കിത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം ഇത് റോബോട്ടുകളുടെ കാലമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇന്ന് റോബോട്ടുകൾക്ക് ചെയ്യാൻ സാധിക്കും. നടക്കും, ഇരിക്കും, പല ജോലികളും ചെയ്യും. ഇപ്പോൾ നമ്മളെക്കാൾ നന്നായി ചിന്തിക്കാൻ സാധിക്കുന്നു. പക്ഷെ അതിന് ജീവനില്ല. ശരിയല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു എന്നുകൊണ്ട് ഒരാൾക്ക് ജീവനുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ അതുകൊണ്ട് നമുക്ക് ജീവനുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ബോധമുണ്ടോ? എങ്കിൽ പറയാം നമുക്ക് ജീവനുണ്ട് എന്ന്. ബോധമാണ് ജീവിതത്തിൻ്റെ വഴിയെന്ന് ബുദ്ധന്മാർ പറയുന്നു. അവർ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ബോധമുണ്ടോ, നിങ്ങൾ എത്രത്തോളം ഉണർന്നിരിക്കുന്നുവോ അത്രത്തോളം ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടത്രേ. ജീവനാണ് ദൈവം, വേറൊരു ദൈവവുമില്ലെന്ന് ഇവർ പറയുന്നു. ബുദ്ധന്മാർ പറയുന്നത് ഇതാണ്: കൂടുതൽ കൂടുതൽ ബോധവാനാവുക, കൂടുതൽ കൂടുതൽ ജീവനെ സ്വന്തമാക്കുക. ജീവനാണ് ലക്ഷ്യം, അതിലേക്കുള്ള വഴിയാണ് ബോധം.